ഹീബ്രൂസ് നിമിഷമാണ് നമ്മളുടെ ജഡ്ജ്മെന്റിന്റെ നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്ന് പോകുന്നത്. പിന്നെ ആ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത് എന്തിനാണ്? ഒരു കൊലയാളി ജയിലിലിട്ടിട്ട് ആ ജഡ്ജ് ആ വിധി പ്രഖ്യാപിക്കുന്ന ആ ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവനെ കോടതിയിൽ കൊണ്ടുവന്ന് വിധി പ്രഖ്യാപിച്ചിട്ട് അവൻ തിരികെ കോടതിയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കോടതി തിരികെ ജയിലിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ നിത്യ മരണത്തിൽ നിന്ന് ഒരു മനുഷ്യനും നിങ്ങളെ ഉയർത്താൻ പറ്റുകയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാപമോചനം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമാണ്. വേറെ ആർക്കും നമ്മൾ ചെയ്ത പാപത്തിന് നമുക്ക് പാപമോചനം തരുവാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മരിക്കുന്ന ആ നിമിഷം നേരത്തെ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെ മനസ്സിലാക്കിയിട്ടുണ്ട്. മരിക്കുന്ന നിമിഷം ഈസ് ഐദർ എ മോമെന്റ് ഓഫ് സെപ്പറേഷൻ ഓർ എ മോമെന്റ് ഓഫ് സെലിബ്രേഷൻ. സെപ്പറേഷൻ ഫ്രം ഇറ്റേണൽ ഗോഡ്, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് ഒരു വേർപാട്, ഒരു നിത്യമായ ഒരു വേർപാട്. അല്ലെങ്കിൽ എന്താണ്? ആ ജീവിക്കുന്ന ദൈവത്തോട് കൂടെ ഞാൻ ആയി ചേരുകയാണെന്ന് ആ നിമിഷം. കാരണം നമ്മൾ മനസ്സിലാക്കണം, ലൂക്കയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് അപ്പോൺ മീ എന്നൊക്കെ പറഞ്ഞ് അവസാനം പറയുന്നതാണ്, ഐ ഹാവ് കം ടു പ്രൊക്ലെയിം ദ അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ്. അല്ലേ? യേശു ക്രിസ്തു വന്നത് എന്തിനാണ്? ടു പ്രൊക്ലെയിം ദ അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ്. പക്ഷെ നമുക്കറിയാം ഈ വചനം എവിടെ നിന്നാണ് വരുന്നത്? ഐസയ പ്രവാചന പുസ്തകം 61-ാമത്തെ അധ്യായം 1-2 വചനങ്ങളിലാണ്. അവിടെ 2-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഐ ഹാവ് കം ടു പ്രൊക്ലെയിം ദി ആക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ് ആൻഡ് ദ ഡേ ഓഫ് വെഞ്ചൻസ് ഓഫ് ദ ലോർഡ്. ഐ ഹാവ് കം ടു പ്രൊക്ലെയിം ദി ആക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ് ആൻഡ് ദ ഡേ ഓഫ് വെഞ്ചൻസ് ഓഫ് ദ ലോർഡ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മരിക്കുന്ന ആ നിമിഷം വരെ നമുക്ക് യേശുവിനെ സ്വന്തമാക്കുവാനുള്ള ഒരു അവസരം ദൈവം തരുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ദൈവം പറയുന്നത് that I have not come to judge you. I have not come to judge you but to save you. But in that day it is my own words that will judge you. നമ്മളെ വിധിക്കുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയായിരിക്കും. കാരണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 47 വചനം ഒന്ന് വായിക്കുമോ? 47-48 വചനം. ജോൺ 12:47-48 അവിടെ പറയുന്നുണ്ട്, 2 തരത്തിലുള്ള അവസ്ഥയാണ്. ഒന്ന്, ദൈവം നമ്മൾ മരിക്കുന്ന ആ സമയം വരെ ദൈവം നമുക്കൊരു അവസരം തരികയാണ്. നമ്മൾ യേശുവിനെ രക്ഷകരാക്കുവാനുള്ള അവസരം തരികയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ആ അവസരമായിട്ട് പറയുകയാണ്. He is speaking to you the words which are spirit and life. He is speaking to you the acceptable year of the Lord. പക്ഷെ നിങ്ങൾ അവൻ്റെ വചനങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, there will come a time നിങ്ങളോട് സംസാരിച്ച് ഇതേ വചനങ്ങളായിരിക്കും നിങ്ങളെ വിധിക്കുന്നത്. ഒന്ന് വായിച്ചേ. എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ദൈവം ക്ഷമയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. He is waiting for you to come. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. സോ നമ്മളുടെ ആ അവസാനത്തെ ആ മിനിറ്റ് വരെ ദൈവത്തിന്റെ വചനം നമ്മളെ രക്ഷിക്കാനുള്ള വചനങ്ങളാണ്. ഇറ്റ് ഈസ് എ വേർഡ്സ് ദാറ്റ് ക്യാൻ ഗിവ് യു ലൈഫ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ വചനങ്ങൾ, നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, അടുത്ത വചനം ഒന്ന് വായിച്ചേ. എന്നാൽ എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ജീവൻ തരുന്ന വചനങ്ങൾ തന്നെയായിരിക്കും ശിക്ഷാവിധിയുടെ വചനങ്ങൾ. Because you have rejected life. കാരണം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനയും ഒരു ബലിയർപ്പണവും നിങ്ങളെ രക്ഷിക്കുകയില്ല. പക്ഷെ ഒരുവനുണ്ട് രക്ഷിക്കാൻ പറ്റുന്നവൻ, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്നാണ് അവൻ്റെ പേര്. അവനെ നിങ്ങൾ സ്വന്തമാക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങൾ ജീവനെയാണ് സ്വന്തമാക്കുന്നത്. അതാണ് യോഹന്നാന്റെ ലേഖനം പറയുന്നത്. He who has a son of God has life. He who does not have the son of God does not have life. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യൂദാസ് ഇത് ചെയ്യാൻ കാരണം വേറെ ഒന്നുണ്ടായിരുന്നു. ഒന്ന്, അവൻ്റെ ഫണ്ടമെന്റൽസ് തന്നെ തെറ്റായിരുന്നു. ഫണ്ടമെന്റൽസ് തെറ്റാണെങ്കിൽ അതിൽ പടുതു ഉയർത്തുന്ന ആർഗ്യുമെന്റും തെറ്റാണ്. ഹലോ, നമ്മളുടെ ഫണ്ടമെന്റൽസ് തെറ്റാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള ആർഗ്യുമെന്റ് തെറ്റാണ്. ഫണ്ടമെന്റൽസ് എവിടെയാണ് തെറ്റിപ്പോയത്?
ബലിയർപ്പണത്തിലൂടെ പാപമോചനമുണ്ടെന്ന്. ഫണ്ടമെന്റൽസ് തെറ്റി. സത്യം എന്താണ്? ബലിയർപ്പണത്തിലൂടെ പാപമോചനം ഇല്ല. അപ്പോൾ എത്ര ബലി അർപ്പിച്ചാലും നിങ്ങൾക്ക് പാപമോചനം കിട്ടുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് നിങ്ങളൊന്ന് ഉൾക്കൊള്ളണം പ്രിയപ്പെട്ടവരെ. എത്ര നിങ്ങൾ പ്രാർത്ഥിച്ചാലും പാപമോചനം കിട്ടുകയില്ല. എത്ര ബലി അർപ്പിച്ചാലും നിങ്ങൾ പാപമോചനം കിട്ടുകയില്ല. പക്ഷെ പാപമോചനം കിട്ടുന്നത് ആ പാപമോചനം എന്നാ കൈക്കലാക്കിയ ഹൂ ക്യാൻ ഗിവ് യു ഫൊർഗിവ്നെസ് ഓഫ് സിൻസ്, അതിൻ്റെ ഉറവിടമായ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കുമ്പോഴാണ് എനിക്ക് പാപമോചനം കിട്ടുന്നത്. ഹല്ലേലൂയ. കാരണം എന്താണ്? അവൻ ഉയർപ്പിനെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നു, അവൻ ഒരു പ്രതിഫലത്തെക്കുറിച്ചും വിശ്വാസമുണ്ടായിരുന്നു. ഒന്ന് വായിച്ചേ അടുത്തത് 45 2 Maccabees 12:45. In his firm and devout conviction that all God's faithful people, see ഇവിടെയൊക്കെ അവൻ സത്യവും പറയുന്നുണ്ട്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ സത്യം പുറത്തു വരും. All God's faithful people would receive a wonderful reward. Judas made provision for a sin offering to set free from their sin those who had died. അപ്പോൾ അവൻ അറിയാം ദൈവം വരുന്നത് പ്രതിഫലം നൽകാനാണ്. അവന് വിശ്വാസമുള്ളവർക്ക് ഒരു വണ്ടർഫുൾ പ്രതിഫലം തരുന്നവനാണ്. പക്ഷേ അവൻ്റെ പ്രിമൈസ് തെറ്റിപ്പോയി. ഈ ബലി വഴി പാപമോചനം കിട്ടുമെന്നുള്ളത് വായിച്ചു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി തന്നെ പറയുന്നുണ്ട്. ദൈവഭക്തിയോടെ a man who is having under the fear of the Lord, ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി അത് സത്യമാണ് ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ലോകമെമ്പാടും വളരെയധികം ക്രിസ്ത്യാനികൾ അവർക്ക് സത്യം അറിയാം, പക്ഷെ സത്യത്തെ നേടുന്ന പാത തെറ്റാണ്. Are you with me? They know the truth, but they are not approaching the truth in the right way. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, യു റാൻ വെൽ ബട്ട് ഹൂ ഹിൻഡേർഡ് യു ഫ്രം ദ ട്രൂത്ത്. നീ നന്നായിട്ട് ഓടി, പക്ഷെ സത്യത്തിൽ നിന്ന് നിന്നെ ആരെയാണ് മാറ്റിവെച്ചത്? ആർ യു വിത്ത് മീ മൈ ഡിയർ ബ്രദർ, മൈ ഡിയർ സിസ്റ്റർ? എല്ലാവർക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകണമെന്നും എല്ലാവർക്കും നിത്യത യേശുക്രിസ്തുവിനോട് കൂടെ വേണമെന്നും യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ അവരായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആ രക്ഷ തേടുന്ന പാത തെറ്റാണ്. ആ രക്ഷ തേടുന്ന പ്രിമൈസസ് തെറ്റാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. കാരണം ഇവിടെ പറയുന്നുണ്ട്, അവൻ ദൈവഭക്തി ദൈവഭയമുള്ളവന് ഒരു നല്ല പ്രതിഫലം തരുന്നവനാണ് എന്നറിയാമായിരുന്നു. അതുകൊണ്ട് ജെറൂസലേമിലേക്ക് ബലി അർപ്പിക്കാനായിട്ട് അവൻ കുറച്ച് കാശ് അയച്ചു. പ്രിയപ്പെട്ടവരെ, ജെറൂസലേമിലേക്ക് കാശ് അയച്ചുകൊണ്ട് പാപമോചനം കിട്ടുകയില്ല. പക്ഷെ യേശു വരുന്നത് പ്രതിഫലം തരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഹീബ്രൂസ് 11:6 വചനം പറയുന്നത്. എന്താണ് സിസ്റ്റർ ഒന്ന് വായിച്ചേ? 11:6. ഹീബ്രൂസ് 11:6. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ, അതല്ലേ, ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഹല്ലേലൂയ. അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം. He is a rewarder of those who diligently seek him. അവൻ പ്രതിഫലം തരുന്നതാണ്. വെളിപാട് പുസ്തകം 22-ാം വചനം. പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ്. ഒരു ബലി അർപ്പിച്ചതുകൊണ്ട് ദൈവത്തിന്റെ പ്രതിഫലം മാറ്റാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. So he is coming to reward. ആ റിവാർഡ് അക്കോർഡിംഗ് ടു ഈച്ച് വൺസ് വർക്ക്. നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഹൗ ആർ വി വർക്കിംഗ്, ഹൗ ആർ വി, നമുക്കറിയാം പ്രവൃത്തി എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 6-ാം വചനം പറയുന്നുണ്ട്, അവൻ അയച്ചവനിൽ വിശ്വസിക്കുക, അതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അങ്ങനെ എന്തുമാത്രം നമ്മൾ വിശ്വസിച്ചു അതനുസരിച്ച് ദൈവം നമുക്ക് ഒരു പ്രതിഫലം തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം യോഹന്നാൻ 11-ാം 25-26 വചനം പറയുന്നത്, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ് എന്നാണ് പറഞ്ഞത്. വായിക്കുക യോഹന്നാൻ 11:25-26. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും,
അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവനിൽ വിശ്വസിക്കാതെയും അവന്റെ വചനങ്ങൾ തിരസ്കരിച്ച് ജീവിക്കുന്നവന് ഈ ദൈവത്തിന്റെ വാഗ്ദാനത്തിന് അർഹതയുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ കബളിപ്പിക്കുകയാണ്. കുറച്ച് ബലിയർപ്പിച്ച് കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടുമെന്ന്. പ്രൊമോഷൻ കിട്ടുകയില്ല, വെറുതെ പൈസ നഷ്ടപ്പെട്ടു പോകുകയേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം 1 തെസ്സലോനിയൻസ് 4:16-17 വചനങ്ങൾ ഒന്ന് വായിച്ചേ. അവിടെ നമ്മൾ മനസ്സിലാക്കണം, വി ഹാവ് ടു ബി ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോടുകൂടെ ഇവിടെ ഒന്നായിരിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാലും അവനോടുകൂടെ ഒന്നായിരിക്കും. 1 Thessalonians 4:16 and 17. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. വളരെ വ്യക്തമായിട്ട് പറയുന്നത്, those who have died in Christ and those who are living in Christ. അങ്ങനെ യേശു ക്രിസ്തുവിനോട് ഒന്നായി മരിക്കുകയും ഒന്നായി ജീവിക്കുന്നവരും അവൻ്റെ കൂടെ എടുക്കപ്പെടും എന്നാണ് പറയുന്നത്. അല്ലാതെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് കുറച്ച് പ്രാർത്ഥനകളും കുറച്ച് ബലി അർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു റിവാർഡിലേക്ക്, അല്ല ദൈവത്തിൻ്റെ ഒരു സമ്മാനം, നല്ലൊരു സമ്മാനം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. എന്താ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ആ നീതിയുടെ കിരീടം കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കാം, കുറച്ച് ബലി കൊടുത്ത് അല്ലെങ്കിൽ ബലി അർപ്പിച്ച് കിട്ടുമെന്ന് അല്ലെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ ഭോഷത്വമാണ്, നിഷ്പ്രയോജനമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട, എങ്ങനെയാണ് ആ യേശുവിനെ നമ്മൾ ഇവിടെ സ്നേഹിച്ച് യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, നിത്യജീവൻ എന്ന് പറയുന്നത് ഏകസത്യ ദൈവത്തെയും അവനയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക. അപ്പോൾ ആ യേശു ക്രിസ്തുവുമായിട്ട് എനിക്കൊരു സ്നേഹബന്ധം പുലർത്താൻ പറ്റണം ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ മരണശേഷം ആ നിത്യത യേശുവിനോടുകൂടെ എനിക്ക് ചെലവഴിക്കുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 13-ാമത്തെ അധ്യായം 39-ാമത്തെ വചനം പിന്നെയും പറയുന്നുണ്ട്, മോശയുടെ നിയമം നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളും ആ മോശയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ബലി അർപ്പിച്ചാൽ പാപമോചനം ഉണ്ടാകുമെന്നുള്ളത്. ഒന്ന് വായിച്ചേ. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും. അപ്പോൾ ആര് വഴിയാണ് നീതീകരണം വരുന്നത്? യേശു ക്രിസ്തു വഴിയാണ് നീതീകരണം വരുന്നത്. മോശയുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അർപ്പിക്കുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യവും നമ്മളെ രക്ഷിക്കുക ഇല്ല. നമ്മൾക്ക് പാപമോചനം കിട്ടുകയും ഇല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, for it is not possible that the blood of bulls and goats could take away sin. അപ്പം അങ്ങനത്തെ ഒരു ബലിയുടെ അടിസ്ഥാനത്തിൽ പാപമോചനം കിട്ടുകയില്ല. പക്ഷെ ഒരു വ്യക്തിയുണ്ട് പാപമോചനം നമുക്ക് തരാൻ പറ്റുന്നത്. ആ വ്യക്തിയെ വെളിപ്പെടുത്തിയത് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വചനത്തിലാണ്. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്ന കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഇതാണ്, here is the lamb of God who takes away the sin of the world. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ബലിയെ തേടി നടക്കുകയാണെങ്കിൽ ആ ബലിയുടെ പേരാണ് യേശു ക്രിസ്തു. ആ ബലിയുടെ പേരാണ് യേശു ക്രിസ്തു. ആ ബലി വസ്തുവിനോടുകൂടി നിങ്ങളും സ്വന്തമാകുക, ഒരു കൂട്ടായ്മ ഉണ്ടാകുകയാണെങ്കിൽ യു വിൽ ബി സേവ്ഡ്. നിങ്ങൾക്ക് പാപമോചനം ഉണ്ടാകും. കാരണം യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തുകയാണ്, here is the lamb of God who takes away the sin of the world. പ്രിയപ്പെട്ടവരെ, വേറെ ആർക്കും നമ്മൾക്ക് പാപമോചനം തരാൻ പറ്റുകയില്ല യേശു ക്രിസ്തു അല്ലാതെ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഹീബ്രൂസ് 10-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. ഒന്ന് വായിക്കാം സിസ്റ്ററെ. അവിടെ പറയുന്നുണ്ട്, then he said, behold, I have come to do your will, O God. He takes away the first that he may establish the second. വായിച്ചേ.
അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. അവൻ നീക്കിക്കളയാണ്. അവൻ എന്നേക്കുമായിട്ട് ഒന്നാമത്തെ നീക്കിക്കളയാണ്. ഒന്നാമത്തെ അടിസ്ഥാനത്തിലുള്ള പാപപരിഹാര ബലിയൊക്കെ അവൻ നീക്കി എന്നേക്കുമായിട്ട് നീക്കിക്കളയുകയാണ്. എന്നിട്ട് അവനാകുന്ന കുഞ്ഞാട് ആണ് പാപമോചനത്തിന്റെ ഉറവിടമെന്ന് he is making a declaration. Are you with me? Are you with me? Please say hallelujah. So പാപമോചനത്തിന്റെ പഴയ നിയമത്തിലല്ലേ ഒന്നാമത്തെ ഉടമ്പടിയിൽ അവൻ യേശുക്രിസ്തു വന്ന് നീക്കിക്കളഞ്ഞിട്ട് രണ്ടാമത് അവന്റെ രക്തത്താൽ അവൻ സ്ഥാപിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, this is the blood of the new covenant. പുതിയ ഉടമ്പടിയുടെ രക്തമാണ് യേശുക്രിസ്തു ആ കുരിശേൽ ചിന്തിയത്. അങ്ങനെ അവൻ രണ്ടാമത്തെ ഉടമ്പടി, ശാശ്വതമായ ഉടമ്പടി, മാറാത്ത ഉടമ്പടി അവൻ അവിടെ സ്ഥാപിക്കുകയാണ്. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഞാനും യേശുക്രിസ്തുവുമായിട്ട് ഒന്നാകുമ്പോൾ, അവൻ്റെ കുരിശേൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, അവൻ്റെ പാപത്തിൻ്റെ മുകളിലൊരു വിജയം അവൻ എനിക്ക് ദാനമായി തരികയാണ്. അതുകൊണ്ടാണ് കൊളോഷ്യൻസ് ലേഖനത്തിൽ പറയുന്നത് പോലെ, he has nailed to the cross the handwriting of requirements that was against me. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് മീ. എന്നോട് എതിരായിരുന്നത് എന്താണ്? എനിക്ക് ശിക്ഷയ്ക്ക് അർഹതയുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം, എനിക്ക് എന്നെ അക്യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം, നിയമം എന്നെ അക്യൂസ് ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ ആ കുരിശേൽ അവൻ തറച്ചു എന്ന് പറയുന്നത്. And then he says, ദൈവത്തിന്റെ വചനം, and he made a public spectacle of the victory that he won. അവൻ പാപത്തിന്റെയും മരണത്തിന്റെയും മുകളിൽ നേടിയെടുത്ത വിജയത്തെ he made a public spectacle. Then the word of God again says that he has taken captivity captive. എന്നെ ബന്ധിച്ചവനെ അവൻ ബന്ധിച്ചു. ഓ ഹല്ലേലൂയ! എന്നെ ബന്ധിച്ചവനെ അവൻ നശിപ്പിച്ചു എന്നാ പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, the son of God manifested himself that he might destroy the works of the devil. ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് എന്തിനാണ്? പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് എനിക്ക് പാപത്തിൻ്റെ മുകളിൽ ഒരു വിജയം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഞാനൊരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നയിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അവകാശം. പ്രവേശിക്കാനല്ല, നിത്യജീവൻ ഞാൻ ഇവിടെ തന്നെ പ്രവേശിച്ച് ഞാൻ മരിക്കുമ്പോൾ നിത്യത യേശു ക്രിസ്തുവിൻ്റെ കൂടെ ചെലവഴിക്കുവാനുള്ള ഒരു അവകാശം, ഒരു കഴിവ് ദൈവം എനിക്കും നിങ്ങൾക്കും തരുന്നത്. അല്ലാതെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ബലിയർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ച് കോഫിൻ എന്താ പറയുന്നത്, ശവപ്പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ കുറച്ച് പേര് വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. എനിക്ക് നിത്യജീവൻ അർഹതയുള്ളത് ആ ഏകസത്യ ദൈവത്തെയും അവനയച്ച യേശു ക്രിസ്തുവിനെയും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവനുമായിട്ട് ഒരു ബന്ധം പുലർത്തിയതുകൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ പ്രാർത്ഥനയോ ബലിയോ അല്ല എന്നെ രക്ഷിക്കുന്നത്. പക്ഷെ രക്ഷിക്കുന്നവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്തു. കാരണം മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം വായിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പേര് തന്നെ രക്ഷകൻ എന്നാണ്. ഒന്ന് വായിച്ച് സിസ്റ്ററെ, മാത്യു 1:21. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ! എൻ്റെ രക്ഷകൻ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആകുമ്പോൾ യേശു എന്ന് പറയുന്നത് പാപമോചകൻ. അപ്പോൾ യേശു മാത്രമേ എനിക്ക് പാപമോചനം തരാൻ പറ്റുകയുള്ളൂ. ഹീബ്രൂസ് 10:11 വായിച്ചു സിസ്റ്ററെ. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. I am being sanctified. Word says, by that will we have been sanctified through the offering of the body of Jesus Christ once for all. അപ്പോൾ അതിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. കാരണം എന്താണ്? അടുത്ത വചനം വായിച്ചേ, 11. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ച് അർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. മതി, ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. മലയാളം ട്രാൻസ്ലേഷൻ ഇച്ചിരി സോഫ്റ്റാണ്.
ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ആൻഡ് എവറി പ്രീസ്റ്റ് സ്റ്റാൻഡ്സ് മിനിസ്റ്ററിങ് ഡെയിലി. നമുക്കറിയാം പല പുരോഹിതന്മാരും എല്ലാ ദിവസവും ബലി അർപ്പിക്കുന്നുണ്ട്, അല്ലേ? എല്ലാ ദിവസവും ബലി അർപ്പിക്കുന്നുണ്ട്. ആൻഡ് എവറി പ്രീസ്റ്റ് സ്റ്റാൻഡ്സ് മിനിസ്റ്ററിങ് ഡെയിലി and offering repeatedly the same sacrifice which can never take away sins. Which can never take away sins. അപ്പോൾ ഞാൻ മരിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരു ഗ്രെഗോറിയൻ കുർബാന ചൊല്ലിയിട്ടുണ്ടെങ്കിൽ that cannot take away my sin. Are you with me? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇടർച്ചയ്ക്ക് വേണ്ടി അല്ല ഞാൻ പറയുന്നത്, അതിനുപരി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഏത് ബലി ആയിക്കോട്ടെ, ആരർപ്പിച്ചോട്ടെ, ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അർപ്പിച്ചോട്ടെ, ദൈവത്തിന് മുമ്പിൽ അത് സ്വീകാര്യമല്ല. Because it is against the commandment of God. It is against the covenant of God. It is against the ദൈവത്തിൻ്റെ ആ ഉടമ്പടിയുടെ എതിരായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം you can never ever take away your sins. പക്ഷേ പാപമോചനം ഉണ്ട്, അത് യേശു ക്രിസ്തുവിലാണ്, അവൻ്റെ രക്തത്തിലാണ്. ഹല്ലേലൂയ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ലേവ്യരുടെ പുസ്തകം പറയുന്നുണ്ട്, 11-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം, ആ കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് പാപമോചനം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. But this man, Jesus Christ, after he had offered one sacrifice for sins, forever sat down at the right hand of God. From that time, waiting till his enemies are made his footstool. For by one offering, he has perfected forever those who are being sanctified. അതാണ് പ്രിയപ്പെട്ടവരെ ആ ഭാഗഭാഗിത്വം എന്ന് പറയുന്നത്, ആ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദാറ്റ്. അവനുമായിട്ട് ഞാൻ ഒന്നാകുകയാണ്, അവനുമായിട്ട് ഞാൻ ലയിച്ച് ചേരുകയാണ്. വി ആർ ബിക്കമിങ് വൺ ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഇൻ മീ ആൻഡ് ഐ ഇൻ ക്രൈസ്റ്റ്. അങ്ങനെ കാരണം അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒന്നാകുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യൻസ് 10-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം പറയുന്നത്, ദ കപ്പ് ഓഫ് ബ്ലെസ്സിംഗ് വിച്ച് വി ബ്ലെസ് ഇസ് നോട്ട് ദ കമ്മ്യൂണിയൻ ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. The bread which we break is not the communion of the body of Christ. ഒരു തരത്തിൽ നമ്മൾ കർത്തുമേശ ശുശ്രൂഷയിൽ we are celebrating that oneness with Jesus Christ. ആ ശ്രേഷ്ഠമായ ആ യേശുവുമായിട്ടുള്ള എൻ്റെ പങ്കാളിത്തം, in his victory, അത് നമ്മൾ ആഘോഷിക്കുകയാണ് in the Lord's table. That is communion. കർത്തുമേശ, ഭാഗഭാഗിത്വം, one with Jesus Christ. അതുകൊണ്ടാണ് മനസ്സിലാക്കണം, യേശു ക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയാണ്? ഞാൻ മരിക്കാതിരിക്കാൻ. He died so that I need not die. He died for me so that I need not die. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമുക്കറിയാം, യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. God so loved the world that he gave his only begotten son, that whosoever believeth in him shall not perish but have everlasting life. അപ്പോൾ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും ഞാനും നിങ്ങളും ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ യേശു ക്രിസ്തു ഏറ്റെടുക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ആ മരണം വഴി എൻ്റെ പാപമോചനവും നിങ്ങളുടെ പാപമോചനവും യേശു ക്രിസ്തു നേടിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, 1 കൊരിന്ത്യൻസ് 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, He who knew no sin was made sin for us, that we might become the righteousness of God in him. 2 Corinthians 5:20-21. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ ദൈവം യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുവിൻ്റെ നീതി യേശു എനിക്ക് തരികയും എൻ്റെ പാപം യേശു ഏറ്റെടുക്കുകയും ചെയ്തു. ഇവിടെ അത് മാത്രമേ പാപമോചനം ഉണ്ടാവുകയുള്ളൂ. ആ കുരിശേൽ ആ ബലിവസ്തുവാകുന്ന യേശു ക്രിസ്തു മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും നിങ്ങൾക്കും പാപമോചനം ഉണ്ടായി. അല്ലാതെ ജെറൂസലേം, അന്ന് വചനത്തിൽ പറയുന്ന പോലെ ജെറൂസലേം, അല്ലെങ്കിൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ബലി അർപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നേർച്ചയോ കാഴ്ചയോ ചെയ്തിട്ട് നിങ്ങൾക്ക് പാപമോചനം കിട്ടുകയില്ല. ആരായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് പാപമോചനം കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, പാപമോചനം യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. 1 യോഹന്നാൻ 2:2 പറയുന്നുണ്ട്. ഒന്ന് വായിക്കുക സിസ്റ്ററെ.
And he himself is the propitiation for our sins, and not for ours only, but also for the whole world എന്നാ പറയുന്നത്. വായിച്ചേ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപത്തിന്റെ പരിഹാരമായിട്ട് യേശു ക്രിസ്തു മരിച്ചു. അത് ആ ഒറ്റ വചനം മതി പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ. രക്ഷ, ലോകത്തിന് രക്ഷ യേശു ക്രിസ്തുവിൽ വഴി മാത്രമേ ഉള്ളൂ. വായിച്ചു, അതൊന്നും കൂടെ വായിക്കുക. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപപരിഹാര ബലി യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം പറയുന്നത്, Now there is salvation in no other name other than the name of Jesus Christ. Hallelujah. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്നത് യേശു നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ദൈവമാണ്. ആ സ്നേഹം നമ്മൾ ദാനമായിട്ട് ദൈവം തരികയാണ്. ആ രക്ഷ ദാനമായിട്ട് തരികയാണ്. ആ പാപമോചനം ദാനമായിട്ട് തരികയാണ്. അതിന് നിങ്ങൾ ഒരു കലക്ഷനും നടത്തേണ്ട ആവശ്യമില്ല. ഹലോ, നിങ്ങൾ ഒരു ബലിയും നിങ്ങൾ അർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അർപ്പിക്കുന്ന ബലികളേക്കാൾ ശ്രേഷ്ഠമായ ഒരു ബലി 2000 വർഷം മുമ്പ് ആ കുരിശേൽ യേശു ക്രിസ്തു അർപ്പിച്ചു കഴിഞ്ഞു. It was offered once and for all, for the whole world. വേറെ ഒരു ബലിക്കും അതിൻ്റെ ആ ശ്രേഷ്ഠതയോ അതിൻ്റെ ആ വിലയിൽ ഒരു അത് കൂട്ടാൻ പറ്റുകയില്ല. You cannot increase the value of that sacrifice. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിഷ്പ്രയോജനവും ബോഷത്വവുമായ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരികയാണെങ്കിൽ ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം. That I am not going to be fooled anymore. I am not going to be deceived anymore. I know the truth and the truth has set me free എന്ന് പറയുവാനുള്ള എന്താ പറയുന്നത്, the boldness ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. That you will walk in the truth. കാരണം നമ്മൾ കബളിപ്പിച്ചിട്ട് നമ്മൾ ആ നുണയിൽ നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ ആ സത്യത്തിൽ ജീവിക്കുകയാണ്. അവനാണ് സത്യം, അവനാണ് ജീവൻ, അവനാണ് വഴി. ആ സത്യം നിങ്ങൾ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനം ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് ദൈവത്തിൻ്റെ വലിയ കൃപയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.